ഗോവിന്ദ നമ്പൂരി നിരവധി ആൾക്കാരുടെ ഇപ്പോൾ ചോദിക്കുന്നൊരു സംശയമാണ്, ഈ കുടുംബത്തില് വിഗ്രഹങ്ങൾ വെച്ചാൽ, പ്രതിമകൾ വെച്ചാൽ, ഫോട്ടോകൾ വെച്ചാൽ അതിന്റെ ഫലം, അതിന്റെ ദോഷം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. ശരിക്ക് നമ്മുടെ ഹിന്ദു സനാതന ധർമ്മത്തില് ബിംബോപാധികളായി ഉപയോഗിക്കുന്ന എപ്പോഴും വളരാൻ ശക്തിയുള്ള ശിലകളാണെങ്കിലും തടികളാണെങ്കിലുമാണ് ബിംബോപാധികളായിട്ട് ഉപയോഗിക്കുന്നത്. പഴയ കാലത്ത് ദാരുബിംബങ്ങൾ, തടികൾ കൊണ്ടുള്ള ബിംബങ്ങളൊക്കെ പതിവുണ്ട്. കരിങ്കല്ല് നമുക്കറിയാം, എങ്ങനെ ഇരുന്നാലും കരിങ്കല്ല് വളരും. അതുകൊണ്ടാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള തട്ടിക്കഴിഞ്ഞാൽ 7 സ്വരങ്ങളുടെ നാദങ്ങൾ ഉത്ഭവിക്കുന്ന കൃഷ്ണശില എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള കല്ലുകൾ തിരഞ്ഞെടുത്ത് അതിനെ ബിംബമായി നിർമ്മിച്ച് അത് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ ഈ 2 സാധനങ്ങൾ, അല്ലെങ്കിൽ തടിയും കരിങ്കല്ല് പോലത്തെ സാധനങ്ങളും ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതുമാണ് ശരി സാധാരണഗതിക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ബിംബമായി നമ്മൾ പ്രതിഷ്ഠിക്കാറില്ല. ചില അമ്പലങ്ങളുണ്ട് ഈ അക്ഷത മരുന്നുകളുടെ കൂട്ടുകൊണ്ട് ബിംബം നിർമ്മിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. ചില പ്രത്യേക കായകനികൾ കൊണ്ട് നിർമ്മിച്ചുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ പല വിധാനമുണ്ട്. നമുക്ക് അതിലേക്ക് യാത്ര ചെയ്യേണ്ട. നിലവിൽ നമ്മുടെ ഗ്രഹത്തിൽ ബിംബോപാധി അനുവദനീയമാണ്. ബിംബോപാധി അനുസരിച്ചുള്ള പൂജകൾ അനുവദനീയമാണ്. അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഗ്രഹത്തെ ശ്രീകോവിലായി കണക്കാക്കുന്നു. കുടുംബത്തിനകത്തെ ഈശ്വരന്മാര് ശ്രീകോവിലിരിക്കുന്ന ദേവന്മാരായി കണക്കുകൂട്ടി നമ്മുടെ വീടിനെ ഒരു ശ്രീകോവില് സമ്പൂർണമാക്കി അത്ര ഐശ്വര്യത്തോടുകൂടി വിളങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളാണ് നമ്മളൊക്കെ. അപ്പൊ ഇതെല്ലാം ശരിയല്ലേ? ശരിയാണ്. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. നല്ല ചെമ്പില് അല്ലെ ഓടില് തീർത്ത കണക്കനുസരിച്ചൊരു വിഗ്രഹം എല്ലാ ദിവസവും പൂജ കഴിക്കുന്ന പൂജാമുറിയിൽ അല്ലെ വിളക്ക് വെക്കുന്ന സ്ഥലങ്ങളിൽ ഒരു വിളക്കിന്റെ മുമ്പിൽ അതേ സങ്കല്പത്തിൽ പുഷ്പഗന്ധാർച്ചനയോടുകൂടി വെച്ച് കഴിയുമ്പോൾ അത് ചൈതന്യവും. ഒരു ചൈതന്യം കുടുംബത്തിരുന്നാൽ അത് പിന്നെ നമ്മൾ അതിന്റെ ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതായി വരും. ചിട്ടവട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഭഗവാന്റെ കോപം ഉണ്ടാവും. ഈ പണ്ടൊരു കഥയുണ്ട്. പുരാതന കാലത്ത് അടുത്തൊരു അമ്പലത്തിൽ മുടിയേറ്റ് നടന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് 2 കുട്ടികൾ കാളിയും ദാരികനുമായി സങ്കല്പിച്ച് 2 കല്ലൊക്കെ വെച്ച് പൂജയൊക്കെ കഴിച്ച് അവര് പരസ്പരം വളരെ കളിയുടെ രസത്തിൽ അവര് യുദ്ധത്തിൽ ഏർപ്പെട്ടു. പക്ഷെ ഏതാനും നാഴികകൾ കഴിഞ്ഞപ്പോൾ ഭദ്രകാളിക്ക് ഒറിജിനൽ ശക്തി ഉണ്ടാകുകയും ആ കുട്ടിയെ ആക്രമിക്കാൻ തുടങ്ങുകയും ലാസ്റ്റ് ആ ഭദ്രകാളിയായി നിൽക്കുന്ന അഭിനയിച്ച ആ കുട്ടി കെന്റിലേക്ക് ചാടുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ശക്തിയെ ആഗിരണം ചെയ്യപ്പെടും. അപ്പൊ ഈ ദാരുബിംബങ്ങൾ, തടി കൊണ്ടുള്ള ബിംബങ്ങളായാലും ശിലകൾ കൊണ്ടുള്ള ബിംബങ്ങളായാലും ചില കുടുംബങ്ങളിലൊക്കെ ഈ കയറി താമസമൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാം. നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ബിംബങ്ങൾ കണ്ടാൽ നമ്മൾ വാങ്ങാം. ഒക്കെ ഭക്തിയുടെ ഭാഗമാണ്. പക്ഷെ അത് ആ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് വെക്കാൻ യോഗ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടത്. കാരണം അതിന് ചൈതന്യം വരുമ്പോൾ, അതിന്റെ ചിട്ടവട്ടകൾ ഇന്നത്തെ ഈ കലിയുഗത്തിൽ പാലിക്കാതെ വരുമ്പോൾ അതിന്റെ ദുരിതം, നമ്മൾ ചെയ്യുന്ന ഗുണം നമുക്ക് ദുരിതമായി വന്നാലോ? അത് കഷ്ടാവില്ലേ? അങ്ങനെ ആകരുത്. എന്നാൽ ഇത് ഫോട്ടോകൾക്ക് ബാധകമല്ല. കാരണം അത് വളരുന്ന ഒരു സാധനമല്ല. ഫോട്ടോകൾ വെക്കാം, ഫോട്ടോകൾ മാറ്റാം, അതിനൊന്നും വിരോധങ്ങളില്ല. പക്ഷെ അത് പൂജിച്ച ഫോട്ടോ ആയാലും അതിനൊന്നും പ്രശ്നങ്ങളില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിന്റെ ദോഷം ഭീകരമാണ്. പണ്ട് തെങ്ങിന്റെ
ചുവട് പറിച്ചു കഴിഞ്ഞപ്പോൾ പാമ്പിന്റെ രൂപത്തിൽ ഒരു വേര് കിട്ടിയത്. ആ വേര് ചെത്തി പാമ്പാക്കി ഷോക്കേസിൽ വെച്ചു. അപ്പൊ കുടുംബത്തിൽ തുടർച്ചയായ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ ഞാൻ തന്നെയാണ് ചെന്നത്. അപ്പൊ സർപ്പ സാന്നിധ്യം കണ്ടു. സർപ്പം ഇല്ലാത്ത സ്ഥലമാണ്. അങ്ങനെ തപ്പി 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 ചെന്നപ്പോ ഈ ഷോക്കേസ് ഇരിക്കണ ഇതിന് ഒരു ചെറിയ ചൈതന്യം പോലെ കണ്ടു. അതിനെ കൊണ്ട് ഈ സർപ്പക്ഷേത്രത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ ഒത്തിരി വ്യത്യാസം വന്നു. അപ്പൊ ആ തടിക്ക് ചൈതന്യം ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ആരാധന നല്ലതാണ്, വിശ്വാസം നല്ലതാണ്, കർമ്മങ്ങൾ നല്ലതാണ്, ആചരണങ്ങൾ നല്ലതാണ്, ജപാദികൾ നല്ലതാണ്. പക്ഷെ ചെയ്യേണ്ട വിധാനത്തിൽ ചെയ്താൽ മാത്രമേ അതിന് ഫലപ്രാപ്തിയുള്ളൂ. കാരണം നമ്മൾ പോകുന്നത് നന്മയുടെ വഴിക്കാവണം. അല്ലെങ്കിൽ നമ്മളൊരു തന്ത്രിയാകാനോ അല്ലെങ്കിൽ മന്ത്രവാദിയാകാനോ ഒരു പൂജകനാകാനോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ അവിടെ പ്രത്യക്ഷമായി നിൽക്കുന്ന ആ ഒരു ശക്തി അതിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ആ പ്രത്യക്ഷ ഭാവത്തെ നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇപ്പൊ സൂര്യൻ എത്രയോ കാതം അകലെയാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹം അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട് താങ്ങാൻ പറ്റുമോ? അദ്ദേഹം കുറച്ച് അകലേക്ക് പോയാൽ ആ ഇരുട്ടും നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇപ്പൊ എവിടെ നിൽക്കുന്നോ അവിടെ നിർത്തി ആ ഭഗവാനെ ആചരിക്കുമ്പോഴാണ് അതിന്റെ കൃത്യമായ മഹത്വം നമ്മളിലേക്ക് എത്തിച്ചേരുക. അപ്പൊ ആയതിനാൽ ഈ ബിംബങ്ങൾ വെക്കുന്നവര്, ശിലകൾ വെച്ച് ആരാധിക്കുന്നവര് വളരെ കൃത്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇടയ്ക്ക് കുറച്ച് ഫോണുകൾ എനിക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ബിംബമുണ്ട് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾ ഇത് എന്താ ഉള്ളവരെന്താ ചെയ്യണേ എന്നൊരു ചോദ്യമൊക്കെ വരാം. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ആരെങ്കിലും കൺസൾട്ട് ചെയ്ത് അത് കൃത്യമായി വേണ്ട രീതിയിൽ എവിടെയെങ്കിലും എത്തിക്കുകയൊക്കെയാണ് വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഷോക്കേസിലേക്ക് മാറ്റുക. കാരണം അതൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ ദുരിതങ്ങൾ വരുത്തി തീർക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു ദുരിതവും വരരുത് എന്നാഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സ് സ്ഥിതിയാണല്ലോ നമുക്ക് വേണ്ടേ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞ്. അപ്പൊ ആയതിനാൽ അങ്ങനെയുള്ള ഉപാധികളെ കുറിച്ച് വ്യക്തമായിട്ട് ചിന്തിച്ചതിന് മാത്രം ഒരു ആചരണമാകാവുള്ളൂ. ആചാരാകാം. ആചരണം എന്ന് പറഞ്ഞാൽ ക്രിയാപദ്ധതിയായി. ആചാരം അത് നമ്മുടെ ഒരു വിശ്വാസം. ആചാരം നമുക്ക് മതി, ആചരണത്തിലേക്ക് നമ്മൾ കിടക്കേണ്ട. അപ്പൊ അതുകൊണ്ട് ബിംബോപാധികൾ സൂക്ഷിക്കുന്ന കുടുംബങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നാമജപമൊക്കെ ചെയ്യുമ്പോൾ അതിന് ശക്തി കൂടുവാണ്, അതിലേക്ക് ലയിക്കുകയാണ്. അപ്പൊ നാമജപാദികൾ അനുസരിച്ച് ശക്തി വന്നാൽ നാളെ നമ്മുടെ കുടുംബം തന്നെ ശ്രീകോലായി മാറി അവിടെ ഒരു പ്രതിഷ്ഠയായി വന്നാൽ പിന്നെ അവസ്ഥാവില്ലേ? അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ബിംബം വെക്കുന്നവര്, പ്രതിമകൾ വെക്കുന്നവര് അത് ഏത് ശിലയായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഉള്ളു ഫുള്ള് പൊള്ളയായ, അകം മുഴുവൻ പൊള്ളയായി നിൽക്കുന്ന ഒരുപാട് ലോഹങ്ങൾ കൂട്ടിച്ചേർത്തൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് പ്രശ്നമില്ല. വാർത്തെടുക്കുന്ന ബിംബങ്ങൾക്കാണ് ശക്തി കൂടുന്നത്. ആ വാർക്കുന്നതിനാകുമ്പോൾ സ്വരൂപം വന്നു കഴിഞ്ഞു, അത് കൃത്യമായ യവത്തിനും കൂടെ ആണ് എങ്കിൽ അത് കൂടുതൽ ചൈതന്യമാവും. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും പൂജാമുറിയിൽ വെക്കുന്ന ഓരോ വസ്തുക്കളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ വേണം. ഇതൊക്കെ ചെയ്താൽ കൂടുതൽ ഫലം കിട്ടും എന്ന രീതിയിലല്ല. ഇപ്പൊ ഹോമാഗ്നി വളരെ നല്ലതാണ്, അതിന്റെ അടുത്തേക്ക് പോയി കൈതൊട്ടാ പൊള്ളില്ലേ എന്ന് പറയണ പോലെ ആചരണം എന്തും ആവാം, ഒന്നും ആചാരത്തിലേക്കാകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അബദ്ധാവും. ഇപ്പൊ നിലവിൽ കുറച്ച് ആൾക്കാരുടെ ഒരു മെസ്സേജിൽ നിന്നാണ് എനിക്ക് പറയാൻ സാധിച്ചത്. അതുകൊണ്ട് അത് പരിപാലിക്കുക. അതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം.